ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന പുരുഷന് നിങ്ങൾ ഒരു സെക്കൻഡ് ചോയ്സ് മാത്രമാണ് എന്ന് മനസ്സിലാക്കാനുള്ള ചില പ്രധാനപ്പെട്ട സയൻസാണ്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒന്നാമത്തെ സൈൻ എന്ന് പറയുന്നത് നിങ്ങളോട് എപ്പോഴും ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടായിരിക്കും പെരുമാറുന്നുണ്ടാവുക. ചിലപ്പോൾ ഇന്ന് ഭയങ്കര സ്നേഹമായിരിക്കും, നാളെ വരുമ്പോൾ നിങ്ങൾ ഇന്ന് കണ്ട ആളേ ആയിരിക്കത്തില്ല. സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഒക്കെ നല്ല മാറ്റം ഉണ്ടായിരിക്കും. അങ്ങനെയാണോ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി? ഒന്ന് ആലോചിച്ച് നോക്കുക. ചില കാര്യങ്ങൾ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ചിലപ്പോൾ പറഞ്ഞതൊക്കെ അതുപോലെ ചെയ്യുന്ന ആൾ ആയിരിക്കും. പിന്നീട് കുറേ നാളുകൾ ഇങ്ങനെ കഴിയും തോറും പിന്നീട് പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യാത്തൊരവസ്ഥ, അങ്ങനെയൊക്കെ ആയിരിക്കും. പ്രോമിസുകൾ പാലിക്കാത്ത അവസ്ഥ, അങ്ങനെയൊക്കെയാണോ? ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പെരുമാറ്റ രീതി അവരിൽ കാണുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളൊരു സെക്കൻഡ് ചോയ്സ് ആണ് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അവർക്ക് വേറെ ആരൊക്കെയോ പ്രധാനപ്പെട്ടത് ഉണ്ട്. നിങ്ങൾ പേടിക്കേണ്ട. ഈ വീഡിയോയുടെ അവസാനം ഞാൻ സൊല്യൂഷൻ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടും കാണുക. രണ്ടാമത്തെ ഒരു സൈൻ എന്ന് പറയുന്നത് നിങ്ങൾ മാത്രമാണോ ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് എഫേർട്ട് ഇടുന്നത്? നിങ്ങളാണോ അവരെ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യുന്നത്? നിങ്ങളാണോ അവരെ അങ്ങോട്ട് മെസ്സേജ് അയക്കുന്നത്? നിങ്ങളാണോ കാണണമെന്ന് പറയുന്നതും സംസാരിക്കണമെന്ന് പറയുന്നതും ഒക്കെ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളാണ് ആ ഒരു റിലേഷൻഷിപ്പിൽ കൂടുതലായിട്ട് എഫേർട്ട് ഇടുന്നത്. അവർ നിങ്ങളോട് സംസാരിക്കാനോ ഇടപഴകാനോ ഇങ്ങോട്ട് കൂടുതൽ താല്പര്യം കാണിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളാണ് എഫേർട്ട് ഇടുന്നത് എന്നുള്ളതാണ്. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു സെക്കൻഡ് ചോയ്സ് അല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇനി മൂന്നാമത്തത്, നിങ്ങൾക്ക് തന്നെ തോന്നുകയാണ് നിങ്ങളൊരു സെക്കൻഡ് ചോയ്സ് ആണ് എന്നുള്ള രീതിയിൽ, അഥവാ എന്നേക്കാൾ പ്രയോറിറ്റി കൊടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ആളുടെ ലൈഫിൽ എന്നൊക്കെ നിങ്ങൾക്ക് ഉള്ളിൽ തോന്നുക. നാലാമത്തെ ഒരു സൈൻ എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ ഒരു ലോകത്തിലോട്ട്, വേൾഡിലോട്ട് ഒരിക്കലും നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യാതിരിക്കുക. ഇതൊന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണെങ്കിൽ, അവരുടെ സുഹൃത്തുക്കൾ, അവരുടെ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ, അവൻ്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ, അവരോടൊന്നും നിങ്ങളെക്കുറിച്ച് പറയാതിരിക്കുക, നിങ്ങളെ പരിചയപ്പെടുത്താതിരിക്കുക. സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകളാണ് ഇന്ന് എല്ലാവരും. വാട്സപ്പ്, അതുപോലെ ഇൻസ്റ്റഗ്രാം ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിലൊന്നും പോസ്റ്റുകളോ സ്റ്റാറ്റസുകളോ ഒന്നും നിങ്ങളെക്കുറിച്ച് ഒരു ഫോട്ടോ സ്റ്റാറ്റസ് ആയിട്ട് ഇടുകയോ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഇൻസ്റ്റഗ്രാമിൽ ചെയ്യുകയോ ഒന്നും ചെയ്യാതിരിക്കുക. അത് നിങ്ങളെ ഒരു സീക്രട്ട് ആയിട്ടാണ് കൊണ്ട് നടക്കുന്നത്. അങ്ങനെയാണെങ്കിലും നിങ്ങളൊരു സെക്കൻഡ് ചോയ്സ് ആണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ചില ആളുകൾ പ്രണയിക്കുന്ന സമയത്ത് പേടിയൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ പേരൻസ് അറിഞ്ഞാലോ എന്നൊക്കെ ഉള്ള പേടിയിൽ ചിലപ്പോൾ ഇങ്ങനെ ഫോട്ടോസൊന്നും പബ്ലിക്കായിട്ട് പോസ്റ്റ് ചെയ്യാത്ത ആളുകൾ ഉണ്ടായിരിക്കും. ആ ഒരു കേസിലല്ല പറയുന്നത്. പക്ഷേ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അവിടെ സുഹൃത്തുക്കൾക്ക് പലരും എന്ത് ചെയ്യാറുണ്ട്, പരിചയപ്പെടുത്തി കൊടുക്കാറുണ്ട്. ഇത് സുഹൃത്തുക്കൾക്കും കൊളീഗ്സിനും അതുപോലെ ഫാമിലി മെമ്പേഴ്സിനും ഒന്നും പരിചയപ്പെടുത്തി കൊടുക്കാത്ത ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കുന്നത് നല്ലതാണ്. നിങ്ങളൊരു സെക്കൻഡ് ചോയ്സ് ആയിട്ടാണ് അവരെ കാണുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. സോ 4 സൈൻസ് ആണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഈ സയൻസുകളൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞിരുന്നു വീഡിയോൻ്റെ അവസാനത്തിൽ ഞാനൊരു സൊല്യൂഷൻ പറയാം എന്നുള്ളത്. അപ്പോൾ നിങ്ങളെ കൂടുതൽ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാനും നിങ്ങൾക്ക് കൂടുതൽ പ്രയോറിറ്റി നൽകാനും നിങ്ങളെ കൂടുതൽ കെയർ ചെയ്യാനും ഒക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ഒരു സബ് കോൺഷ്യസ് പ്രോഗ്രാമിംഗ് ചെയ്യണം. അഥവാ ഒരു അഫർമേഷൻ ഞാൻ പറഞ്ഞു തരാം. ആ അഫർമേഷൻ നിങ്ങൾ എന്ത് ചെയ്യാം, ഡെയിലി റിപ്പീറ്റ് ചെയ്യുക. ഒരു 5 മിനിറ്റ് അത് ബൈ ഹാർട്ട് ചെയ്ത് 5 മിനിറ്റ് രാവിലെ എണീറ്റ ഉടനെയും രാത്രി കിടക്കുന്നതിന് മുമ്പ് 5 മിനിറ്റ് റിപ്പീറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്യുന്നത് വഴി അത് ഒരു 21 ദിവസം 30 ദിവസത്തോളം, മാക്സിമം 1 മന്ത്, മിനിമം ഒരു 21 ഡേയ്സ് നിങ്ങളത് ചെയ്യുക. ചെയ്ത് കഴിഞ്ഞാൽ ഉപബോധ മനസ്സിലോട്ട് ആ ഒരു സെൻറ്റൻസ് ചെല്ലുകയും അത് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ തോട്ട് പ്രോസസ്സ് അങ്ങനെ ആവുന്നത് വഴി ലോ ഓഫ് അട്രാക്ഷനിൽ നമ്മൾ അത്തരം സാഹചര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുകയും ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് കൂടുതൽ മിസ്സിങ് ഉണ്ടാവും. നിങ്ങളെ കൂടുതലായിട്ട് സ്നേഹിക്കാനും കെയർ ചെയ്യാനും പ്രയോറിറ്റി നൽകാനും ഒക്കെ അവർക്ക് തോന്നും. അപ്പോൾ ആ ഒരു സെൻറ്റൻസ് എന്താണെന്നുള്ളത് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നില്ല.
അത് ആവശ്യമുള്ള ആളുകൾ മാത്രം എന്നെ കോൺടാക്ട് ചെയ്യുക. മുകളിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലോട്ട് നിങ്ങൾ ജസ്റ്റ് ഒരു മെസ്സേജ് ഇട്ടാൽ മതി, ആത്മാർത്ഥമായി സ്നേഹിക്കാനുള്ള അഫർമേഷൻ എന്നുള്ളത്. അപ്പോൾ അത് അയച്ചു തരാം. എത്ര ആൾക്കാർക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട്, എത്ര ആളുകൾ എൻ്റെ വീഡിയോ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെസ്സേജ് ഇടാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ ആ സ്പെഷ്യൽ അഫർമേഷൻ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും. അത് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞല്ലോ, മോർണിംഗ് 5 മിനിറ്റ്, നൈറ്റ് 5 മിനിറ്റ് ചെയ്താൽ മതി. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.